ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, ബോട്ടിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മനോഭാവം എന്തായിരിക്കും? യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നു. അതവർക്ക് വലിയ അത്ഭുതമായിട്ടും തോന്നിക്കാണില്ല. കാരണം തൊട്ടു മുമ്പാണ് 5 അപ്പം 5000 പേർക്ക് വീതിച്ചത് അവർ കണ്ടത്. ഇതിനു മുമ്പ് ഒത്തിരി അത്ഭുതം കണ്ടിട്ടുണ്ട്. അതൊരു പുതുമയുള്ള കാഴ്ചയല്ല. പക്ഷേ പത്രോസ് ഇപ്പോൾ കൂടെയുണ്ട്. അയാളും കൂടെ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് നിൻ്റെ കൂടെ വരട്ടെ, എനിക്ക് വെള്ളത്തിനുള്ള നടക്കണം. അത് അതിമോഹമാണ്. അതിമോഹം കണ്ടപ്പോൾ അവരെന്ത് ചിന്തിച്ചിട്ടുണ്ടാവും? ഇവന് ഭ്രാന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നും ചിന്തിക്കാൻ വകയില്ല. കർത്താവ് ഇതൊക്കെ ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവനിത് എന്തിൻ്റെ അസുഖമാണ്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ആവർത്തിച്ച് ക്രിസ്തുവിനോട് ചോദിച്ചുകൊണ്ടത്, ഞാൻ നിൻ്റെ കൂടെ വരട്ടെ. എന്തായിരിക്കും പത്രോസ് ചിന്തിച്ചത് വളരെ വ്യക്തമാണ്. ബൈബിളിൽ സുവിശേഷത്തിൽ എവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പത്രോസ് യേശുവിൻ്റെ കൂടെയാണ്. എപ്പോഴാണ് അയാൾ യേശുവിനോട്ട് പോയത്? അയാൾ എപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യുന്ന 3 പേരുടെ കൂട്ടത്തിൽ പോലും അയാളുണ്ട്. അയാൾ അങ്ങനെയൊന്നും ക്രിസ്തുവിനോട്ട് പോയിട്ടില്ല. 12 പേരിൽ ഗോസ്പലിൽ മെയിൻ റോള് എപ്പോഴും എടുത്തു നിൽക്കുന്ന ആൾ പത്രോസ് തന്നെയാണ്. ഒരിക്കലും അയാൾ ക്രിസ്തുവിനോട്ട് പോയിട്ടില്ല. നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. അയാൾക്ക് അങ്ങനെയൊന്നും ക്രിസ്തുവിനെ ഒറ്റയ്ക്കാക്കാനും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് വരട്ടെ. ഇവരെല്ലാവരും സേഫായിട്ട് ബോട്ടിനകത്തിരിക്കുകയാണ്. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ നിൻ്റെ അടുത്ത് വരട്ടെ, നീ ഒറ്റയ്ക്കല്ലേ. അപ്പോഴാണ് യേശു വിളിച്ചത്, നീ വാ. അങ്ങനെ അയാൾ നടന്നു. അയാൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ബോട്ട് വിട്ടിറങ്ങി അയാൾ വെള്ളത്തിന് മുന്നിൽ നിൽക്കാൻ തീരുമാനിച്ചു. അയാൾക്കറിയാമായിരുന്നു, ഇവൻ വിളിച്ചാൽ ഞാൻ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോകില്ല. അങ്ങനെ മുങ്ങിപ്പോയാലും അവൻ എന്നെ നോക്കിക്കോളും. നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെല്ലാവരും ബോട്ടിലാണ്. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് ക്രിസ്തുവിന് വേണ്ടി കണ്ണും പൂട്ടി ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ, അവനെ ഒറ്റയ്ക്കാകാതിരിക്കാൻ ചങ്കുറപ്പോടുകൂടി ഏത് വെള്ളത്തിൻ്റെയോ ഏത് സാഹചര്യത്തിലോ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? അതാണ് ഇന്നത്തെ ഗോസ്പലിൻ്റെ ചോദ്യം. പത്രോസ് സഭയുടെ ആദ്യത്തെ പാപ്പയാണ്. ചുമ്മാതെയല്ല അയാളെ പാപ്പയാക്കിയത്. അയാൾ മണ്ടനാണെന്ന് പലർക്കും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ കൂടെ ബോട്ടിൽ യാത്ര ചെയ്തവർക്ക് പോലും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ മണ്ടനാണെന്ന് മനുഷ്യർ പറയുന്നിടത്ത് ദൈവം അവൻ്റെ വിശ്വാസം ചിന്തിക്കുന്നുണ്ട്, ആഴമായ സ്നേഹം ചിന്തിക്കുന്നുണ്ട്. സ്വന്തം സുരക്ഷിതത്വം വിട്ട് ഏത് ബോട്ട് വിട്ടും നടുവെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ. നമ്മളൊക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡായിട്ട് വളരെ സുരക്ഷിതമുള്ള ഇടം തേടി മാത്രം നമ്മുടെ സുവിശേഷ പ്രഘോഷണവും നമ്മളുടെ ജീവിത സാഹചര്യം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോട്ട് വിട്ടിറങ്ങാൻ ധൈര്യമുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി ഏത് നടുത്തളത്തിലും നിൽക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ആദ്യം നിന്നവൻ്റെ പേരാണ് പത്രോസ്, സഭയുടെ പാപ്പ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.